ഹലോ ഗൈസ്, എന്തൊക്കെയാണ് വിശേഷം? ഫസ്റ്റ് ഓഫ് ഓൾ എന്നോട് വ്ളോഗ് ചെയ്യുന്നൊക്കെ പറഞ്ഞ് എന്നെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും കുറേ താങ്ക്സ്. ഒരു ഐഡിയ ഇല്ലെങ്കിലും നിങ്ങളൊക്കെ കുറേ സപ്പോർട്ട് ചെയ്തു. പിന്നെ എന്താ പറയുക, ഞാൻ ഇന്ന് അമ്പലത്തിൽ പോവാണ്. അപ്പോൾ ഇതിപ്പോൾ ഈ വ്ളോഗ് ചെയ്യാൻ വേണ്ടി അമ്പലത്തിൽ പോകുന്നതാണെന്നൊന്നും വിചാരിക്കരുത്. ഞാൻ എൻ്റെ ബർത്ത്ഡേൻ്റെ ടൈമിൽ അപ്പം തന്നെ പോകണമെന്ന് ആഗ്രഹിച്ചാണ്. പക്ഷെ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് പോകാൻ പറ്റിയില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇന്നിങ്ങനെ ഓഫീസിൽ നിന്ന് വരുമ്പോൾ ഞാൻ ഓർത്തു എന്തായാലും ഇനി നാളത്തേക്കെന്ന് പറഞ്ഞാൽ മാറ്റി വെക്കാൻ പറ്റൂല. അതുകൊണ്ട് ഞാൻ ഓഫീസിൽ നിന്ന് എത്തി അപ്പം തന്നെ കുളിച്ച് റെഡിയായി ഇറങ്ങി. 7:45 ടെമ്പിൾ ക്ലോസ് ആവും ഗൈസ്. ഇപ്പോൾ ഓൾറെഡി 7:30 ആയി. ഞാൻ അവിടെ എത്തുമോ, അതിന് മുന്നേ എത്തുമോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. നമുക്ക് നോക്കാം. കറക്റ്റ് സമയത്ത് തന്നെ എത്തി ഗൈസ്. അതുകൊണ്ട് തൊഴാനൊക്കെ പറ്റി. പക്ഷേ ഉള്ളിൽ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊന്നും പറ്റൂല. ഇത് നമ്മുടെ നാട്ടിലത്തെ അമ്പലം പോലത്തെ അങ്ങനത്തെ ഇതൊന്നുമല്ല. എനിക്കിതൊരു മ്യൂസിയം പോലെ തോന്നി. നമ്മളിങ്ങനെ ദൈവത്തിൻ്റെ ഫോട്ടോ ഒരു സ്ഥലത്ത് വെച്ച് എന്താ പറയുക, കുറച്ച് ഇത് പൂവും ഇതൊക്കെ ഇട്ട് അങ്ങനത്തെ ഒരു സംഭവമാണ്. അല്ലാണ്ട് നമ്മുടെ നാട്ടിലെ ആ ഒരു സ്റ്റൈലൊന്നുമല്ല. നമുക്ക് ആ ഒരു അമ്പലത്തിൽ പോയൊരു ഫീലൊന്നും കിട്ടുന്നില്ല. ഫോട്ടോസും വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഫോട്ടോസ് ആൻഡ് വീഡിയോസ് ആർ നോട്ട് അലൗഡ് എന്ന്. അപ്പം അതൊന്നും എടുക്കാൻ പറ്റില്ല. എന്തായാലും ഞാൻ വിചാരിച്ച് എത്തൂലെന്ന്. കാരണം 7:30 ഞാൻ ഫുള്ള് ബ്ലോക്കിലായിരുന്നു. പിന്നെ വരുമ്പോഴൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. എങ്ങനെ വന്നത്, ഞാൻ കരിയും ബുക്ക് ചെയ്തിട്ടാണ് വന്നത് കരാമേന്ന്. അപ്പോൾ എനിക്ക് 25 AED ആയി ഇങ്ങോട്ടേക്ക്. പിന്നെ അത് ലേറ്റ് ആവണ്ടെന്ന് വിചാരിച്ച് ഞാൻ ഫസ്റ്റ് മെട്രോയിൽ വരാമെന്നൊക്കെ വിചാരിച്ച്. പിന്നെ ലേറ്റായി പോകുമെന്ന് ഓർത്തിട്ട് ഞാൻ പിന്നെ കരിയും ബുക്ക് ചെയ്ത് വന്നതാണ്. ഇതിപ്പം പോയി തൊഴുതു. പിന്നെ ഞാൻ മുല്ലപ്പൂ വാങ്ങിച്ചു ഗൈസ്. ഇത് വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു ചാൻസും ഞാൻ വെറുതെ വിടാറില്ല. കാരണം എനിക്കിതിൻ്റെ സ്മെല്ല് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കിഷ്ടമാണ് മുല്ലപ്പൂ ചൂടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. തിരിച്ചു പോവുകയാണ്. അപ്പം തിരിച്ചു പോകുമ്പം മെട്രോയിൽ പോകാമെന്ന് വിചാരിച്ചു. പിന്നെ എന്തൊക്കെയാണ്, ഞാനിങ്ങനെ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുന്ന ഒരാളേ അല്ല. ഞാൻ എപ്പോഴും വിചാരിക്കും, എനിക്കിങ്ങനെ കുറേ ഫ്രണ്ട്സൊക്കെ ഉണ്ട്. അവരിങ്ങനെ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്തു, അവിടെ പോയി ഇവിടെ പോയി എന്നൊക്കെ പറഞ്ഞ് കേൾക്കുമ്പോൾ ഞാൻ വിചാരിക്കും എങ്ങനെയാണ് അവരിങ്ങനെ ഒറ്റയ്ക്കൊക്കെ ട്രാവൽ ചെയ്യുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഭയങ്കര ഇൻസ്പിറേഷൻ ആവും. ഞാൻ ഇന്നേ വരെ ഒറ്റയ്ക്ക് എവിടെയും പോയിട്ടില്ല. ആരെങ്കിലും ഒരാൾ എപ്പോഴും എൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. നമുക്കിവിടെ കുറച്ച് സമയം ഇരുന്നിട്ട് പോവാല്ലേ. വായി നോക്കാനിരിക്കാന്നാണ് വിചാരിച്ചത്. പക്ഷെ വായി നോക്കാൻ പോലും ആരുമില്ല ഗൈസ് ഇവിടെ. കുറേ നേരമായി ഗൈസ് ഞാനിവിടെ ഇരിക്കുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ, ഇതിപ്പോൾ വലിയൊരു സംഭവം ഒന്നല്ല ഒരു അമ്പലത്തിലേക്ക് ഒറ്റയ്ക്ക് പോവാന്ന് പറയുന്നത്. പക്ഷെ ഞാനിങ്ങനെ പോവാറില്ല. ഞാൻ ഭയങ്കര കുറവാണ്, ഭയങ്കര റെയറായിട്ടാണ് ഞാനൊരു സ്ഥലത്തേക്ക് ഇങ്ങനെ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ആണ് എനിക്ക്. എന്തായാലും വന്നു, തൊഴുതു, കുറച്ച് സമയം ഇവിടെ ഇങ്ങനെ ഇരുന്നു. പക്ഷെ രസമുണ്ട് ഗൈസ്, ഒരു പീസ്ഫുള്ളായ ഫീല്. നമ്മളിങ്ങനെ എപ്പോഴും എല്ലാവരുടെയും ഒന്നിച്ച് ഇങ്ങനെ ഗ്രൂപ്പായിട്ടും ഫ്രണ്ട്സിൻ്റെ ഒന്നിച്ചൊക്കെ വന്നിട്ടേ ഇങ്ങനെ എന്താ പറയുക, തനിച്ചിങ്ങനെ വന്നിരുന്ന് ഒരു രസമുണ്ട്. എന്തോ ഒരു സുഖം. നമുക്കെന്നാലേ മല്ലനെ തിരിച്ചു വിട്ടാലോ? എങ്ങോട്ടാണ് മെട്രോ സ്റ്റേഷൻ എന്ന് പോലും അറിഞ്ഞൂടാ. നമുക്ക് ചോദിച്ച് പോവാം. ഞാനിപ്പോൾ 2-3 പേരോടായി ഗൈസ് ചോദിക്കുന്ന മെട്രോ സ്റ്റേഷനിലേക്കുള്ള വഴി. അതൊക്കെ എനിക്ക് വീഡിയോ എടുക്കണം എന്നുണ്ടായിരുന്നു.
പക്ഷെ ഞാൻ അതൊക്കെ വീഡിയോ എടുത്താലേ അവരുടെ കൺസേൺ ഇല്ലാണ്ട് വീഡിയോ എടുത്താൽ ലാസ്റ്റ് അവരെന്നെ പിടിച്ച് ജയിലിലിട്ടാലോ. കുറച്ച് നേരമായി, ഞാനൊരു 10 മിനിറ്റായി നടക്കുന്നു. ഇവിടെ 2 മെട്രോ സ്റ്റേഷൻ ഉണ്ടെന്ന് തോന്നുന്നു. കരാമ സൈഡിലേക്ക് പോകാൻ ഒരു മെട്രോ സ്റ്റേഷനും ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോകാൻ വേറെ മെട്രോ സ്റ്റേഷനും എനിക്ക് അറിഞ്ഞൂടാ. കാരണം അവർ ചോദിക്കുന്നു ഏത് മെട്രോ സ്റ്റേഷനിലേക്കാണ് പോകേണ്ടതെന്ന്. എനിക്ക് അറിഞ്ഞൂടാ. ഓപ്പോസിറ്റ് സൈഡ് ദിസ് വൺ ഓൺലി റൈറ്റ്. ഓക്കെ, താങ്ക് യു. ഇവിടെ അടുത്ത് തന്നെ എത്തി എന്നാണ് ഇവർ പറയുന്നത്. ഇതാണ് ഗൈസ് ഞാൻ ഒരു സ്ഥലത്തേക്ക് ഒറ്റക്ക് പോകാത്തത്. കരാമ വിട്ടാൽ ഒരു സ്ഥലം എനിക്ക് അറിഞ്ഞൂടാ. ആകെ അറിയുന്ന സ്ഥലം കരാമ, വൈഡ് റേഞ്ച്, ഗേറ്റ് ഓഫ് കരാമ റെസ്റ്റോറൻറ്റ്. ഇങ്ങനെ പോയാൽ എങ്ങനെ ശരിയാവും ഗൈസ്? 1 കൊല്ലമായി. അടുത്ത മാസം ജൂൺ 10 1 ഇയറായി ഞാനിവിടെ വന്നിട്ട്. എന്നിട്ട് ഇത് ഫസ്റ്റ് ടൈമാണ് അമ്പലത്തിൽ പോകുന്നത് ഗൈസ്. ഫൈനലി ഞാൻ മെട്രോ സ്റ്റേഷനിലെത്തി. അപ്പം ഞാൻ ഷർഫ് DGന്ന് ക്രീക്ക് സൈഡിലേക്കുള്ള മെട്രോയിൽ കയറണം. അത് കഴിഞ്ഞിട്ട് ബുർജുമാൻ എത്തിയിട്ട് അവിടുന്ന് മാറിക്കയറാൻ പറഞ്ഞു. അപ്പോൾ വെയിറ്റ് ചെയ്യാം മെട്രോ വരാൻ. 4 മിനിറ്റാണ് കാണിക്കുന്നത് അടുത്ത മെട്രോന്. അടുത്ത സ്റ്റോപ്പ് തന്നെയാണ് ഗൈസ് ബുർജുമാൻ. സോ ഞാനിവിടെ ഇറങ്ങാൻ പോവാം. ഭയങ്കര കൺഫ്യൂസിങ് ആയ ഒരു മെട്രോ സ്റ്റേഷനാണിത്. ഒന്നും മനസ്സിലാവില്ല എങ്ങോട്ടാണ് ഏത് ലൈനിലാണ് കയറേണ്ടത്. ഞാനിങ്ങനെ അവരോടൊക്കെ ചോദിച്ച് ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇവിടുന്ന് ഇനി അടുത്ത സ്റ്റോപ്പിൽ എനിക്കിറങ്ങാം. المحطة القادمة هي The next station is ADCB. ഗൈസ് ഞാനിപ്പോൾ എൻ്റെ റൂമിൻ്റെ അടുത്തെത്തി. റൂമിലേക്ക് കയറാൻ പോവാ. അപ്പോൾ പാക്കലാം. ഗുഡ് ബൈ.